നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അടിയന്തരഘട്ട ചികിത്സയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം മേധാവിയും കൺസൾട്ടന്റുമായ ഡോക്ടർ ഷിജു സ്റ്റാൻലി ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണയായിട്ട് വാഹനാപകടങ്ങളെ തുടർന്നാണ് എമർജൻസി മെഡിസിനിലേക്ക് പെട്ടെന്ന് ആൾക്കാരെ എത്തിക്കുന്നത്. എന്താണ് വാഹനാപകടങ്ങൾ ചെയ്യേണ്ട പ്രാഥമിക ചികിത്സാ രീതികൾ? ഇപ്പോൾ വാഹനാപകടം ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, നമ്മൾ ആദ്യം ഒരാളൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഇതൊരു പാനിക് സിറ്റുവേഷൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്നൊരു ഇൻസിഡൻ്റാണ് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലും എക്സ്പെക്റ്റ് ചെയ്യാം. ചിലർക്ക് മരണം സംഭവിക്കാം, അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളുണ്ടാകാം, ഒടിവ്, ചതവ്, പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രീതിയിൽ ആളെ എത്രയും നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് ലൈക്ക് എത്ര പെട്ടെന്ന് എത്തിക്കാം, കിട്ടുന്ന വാഹനത്തിൽ എങ്ങനെയെങ്കിലും കൊണ്ടെത്തിക്കുക, ഈ രീതിയാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ ഇത് കൂടുതലായിട്ടുണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും ഈ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടിങ് മെത്തേഡിനുള്ള പ്രോബ്ലം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് സാരമായ ഇഞ്ചുറീസും അല്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാറുണ്ട്. അത് സാധാരണ ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്നില്ല. കാരണം അവരെത്തിച്ചു കഴിയുമ്പോൾ അവർ വിചാരിക്കുന്നു സന്തോഷമായി നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു. പക്ഷേ അത് നല്ല കാര്യമാണ് ചെയ്യുന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടിങ് തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ സുഷുമ്ന നാഡി, ഒരു സഡൻ ഒരു ഇമ്പാക്റ്റ്, നമ്മളൊരു കാർ ആക്സിഡൻറ്റോ ഈവൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നാൽ കൂടെ ഒരു ഇമ്പാക്റ്റ് വന്നാൽ പെട്ടെന്നൊരു നെക്ക് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഫ്ലെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും പുറകോട്ടും സ്പീഡിലൊരു ഫോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതിയാവും നമ്മളെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന നാഡിക്ക് തകരാറുണ്ടാകും. അത് പലരും ശ്രദ്ധിക്കാതെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ആൾക്കാർ എത്രയും വേഗം വ്യക്തിയെ പിടിച്ചിരുത്തുക, പിന്നെ പിടിച്ച് നടത്താൻ ശ്രമിക്കുക. ഇതില്ലെങ്കിൽ ഇരുത്തി ആഹാരം കഴിപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക, സോഡ കൊടുക്കുക. അപ്പോഴേക്കും ആളുടെ നട്ടലിൽ എന്തെങ്കിലും ക്ഷതം ഏറ്റിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം പിന്നീടായിരിക്കാം ആൾ അബോധാവസ്ഥയിൽ പോകുന്നതും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും. അപ്പോൾ ഒരാൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പാടില്ല. അവരെ ആ തറയിൽ തന്നെ കിടത്തുക. അവിടെ നിന്ന് പിന്നെ മാറ്റുന്നെങ്കിൽ എല്ലാം ക്വിക്കായിട്ട് നമ്മൾ നട്ടലിനൊരു ക്ഷതം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗമാണ് ഒരു ആക്സിഡൻ്റ് ആയാൽ ആദ്യം മൂവ് ചെയ്യുന്നത്. ഒരു സഡൻ ഫോഴ്സ്, ബാക്കിയെല്ലാം നട്ടലിലൊന്നും അനങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം പ്രൊട്ടക്ട് ദ സ്പൈൻ സെർവൈക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗം അനങ്ങാൻ. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ബോധം ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ വ്യക്തമായിട്ട് പറയണം നിങ്ങൾ കഴുത്ത് അനക്കരുത്. എന്നിട്ട് ഒരു കൈ കൊണ്ട് പറ്റുമെങ്കിൽ രണ്ട് കൈയും ചേർത്ത് കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആൾ ശ്രമിക്കും, ഏതൊരാളായിരുന്നാലും തറയിൽ വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടോ എന്ന് വിചാരിച്ച് ചാടി എണീക്കാൻ നോക്കും. ഒരു ഷെയിമാണ്, നാണക്കേട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചാൽ കൂടെ ഞങ്ങൾ പറയുക, അവരെ കൗൺസിൽ ചെയ്യുക, സംസാരിക്കുക, പേടിക്കേണ്ട, നിങ്ങൾ കിടക്കുക, വാഹനം വന്ന് ആംബുലൻസ് വന്ന് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം. നമുക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടർ. നമ്മുടെ ഇപ്പൊ ഷോക്ക് അടിച്ച് കിടക്കും, ഒരു വ്യക്തി ഷോക്ക് അടിച്ച് കിടക്കുമ്പോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം? ഇപ്പോൾ ഷോക്ക് അടിച്ച് മരണം സംഭവിക്കുക, ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഒന്ന് വീട്ടിലുള്ള എക്യുപ്മെൻസിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ട്രിക് ലൈനിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ സാധാരണ ഒരു ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന മരണം കൂടുതലും കാർഡിയക് അരിത്മിയാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഹൃദയത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുക, സഡൻ ഒരു കാർഡിയക് അറസ്റ്റ്. അതല്ലാതെ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ആന്തരികവങ്ങൾക്കുണ്ടാകുന്ന ഈ ഷോക്കിൻ്റെ ഇമ്പാക്റ്റാണ്. ചിലപ്പം അത് കൂടുതലും ഉടനെ ഒരു മരണം സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ പിന്നീട് ഒരു അഡ്മിറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ പോയി പിന്നീട് ഉണ്ടാകുന്ന മറ്റ് അവയവങ്ങൾക്കുണ്ട തകരാറ്, ഈവൻ കിഡ്നി ഫെയിലർ ഉണ്ടാകുക, അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുക. അത് പോയ ട്രാക്കിൽ ചിലത് അറിയാം, നല്ല ഹെവി ഷോക്കാണെങ്കിൽ നമ്മളെ ശരീരം തന്നെ പൊള്ളിപ്പോവും, കരിഞ്ഞു പോവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോഴ്സായിട്ടാണ് നമ്മൾ ബോഡിയിലോട്ട് വരുന്നതെങ്കിൽ പിന്നീടുണ്ട മരണം ഉണ്ടാകും. സഡനായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഷോക്ക് അടിച്ചു പെട്ടെന്ന് നോർമലായിട്ടിരിക്കുകയാണ്, വേറെ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അവർക്കൊരു മരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കയ്യിലൊക്കെ ഷോക്ക് അടിച്ചു പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ വീട്ടിൽ ഷോക്ക് അടിക്കുന്നതിനേക്കാളും ഷോക്ക് അടിക്കാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ ഷോക്ക് വന്നാൽ ശ്രദ്ധിക്കുക, ആൾ ആക്റ്റീവ്ലി സംസാരിച്ചിരിക്കുകയാണ്, വലിയ കുഴപ്പമില്ലെങ്കിൽ പേടിക്കേണ്ട, സാധാരണ രീതിയിൽ വലിയ കുഴപ്പം ഉണ്ടാകത്തില്ല. എന്നാൽ മേജർ ഇൻസിഡൻസ് അതർ ഓർഗൻസ്, മറ്റവയവങ്ങൾക്ക് തകരാറുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ വന്ന് പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. മറ്റ് നമ്മൾ ചെക്കപ്പുകളിൽ കൂടെ മാത്രമേ മറ്റവയവങ്ങൾക്ക് തകരാറ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുരേഷ്, ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പയ്യന്നൂർ അരവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിനോട് ചോദിച്ചോളൂ. സാർ, പല ഘട്ടങ്ങളിൽ ഈ
പിന്നെ പ്രായമായവര് അല്ലെങ്കിൽ മറ്റു ചെറുപ്പക്കാർ അങ്ങനെയുള്ളവർ പെട്ടെന്ന് ക്ഷീണമായിട്ട് വീഴുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൽ ക്ഷീണമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ പല സമയത്ത് കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ അങ്ങനെ മറ്റെന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിയന്തര ചികിത്സ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തര ചികിത്സ എന്ന നിലയിൽ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നത് വിശദീകരിക്കാം. ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു വൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രായമുള്ള ആള് പെട്ടെന്ന് ക്ഷീണിതാവസ്ഥയിൽ വീണാൽ, അപ്പോൾ ക്ഷീണിതാവസ്ഥയിൽ വീഴുമ്പോൾ ആള് അബോധാവസ്ഥയിൽ പോകുന്നുണ്ടോ അതല്ല ഓർമ്മയോടുകൂടെ കിടക്കുന്നുണ്ടോ എന്ന് അറിയണം. ചിലർക്ക് ചെറിയൊരു ക്ഷീണം, ചിലപ്പോൾ നമ്മളെടുത്ത് പറയും ഒരു ക്ഷീണമാണ് ഒന്ന് കിടക്കട്ടെ എന്ന് പറയും. അതുമല്ലാതെ ഒരാൾ ആക്റ്റീവായിട്ട് ഹെൽത്തി ആയിട്ടൊരാൾ സഡനായിട്ട് നടന്നു പോകണു, കുഴഞ്ഞങ്ങ് വീഴുന്നു. അപ്പോൾ അത് കൂടുതൽ അങ്ങനെ ആക്റ്റീവ് പേഴ്സൺ സഡനായിട്ട് വീഴുകയാണെങ്കിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട അവരുടെ ഒന്ന് കോമൺ ആയിട്ടുണ്ടാകുന്ന ഒന്ന് ഹൃദയത്തിൻ്റെ താളം തെറ്റി ഉണ്ടാകുന്ന അപകടം. ഒന്നുകിൽ ഹൃദയസ്തംഭനമാകാം, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് ആകാം. ഏത് രീതിയിലും ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമുക്കൊരു സഡൻ ഒരു ലോസ് ഓഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിലോട്ട് പോവുക. അല്ലെങ്കിൽ ഉണ്ടാകുന്നത് സഡനായിട്ട് കുഴഞ്ഞു വീഴുന്നത് കൂടുതലും സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറയും. പെട്ടെന്ന് തലച്ചോറിലോട്ടുള്ള രക്തോട്ടം കുറയുക. അത് രണ്ട് രീതിയിലാകാം. ഒന്ന് രക്തോട്ടം കട്ട പിടിക്കാം, അല്ലെങ്കിൽ തലച്ചോറിലോട്ട് പോകുന്ന രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ്, രക്തസ്രാവം വന്നിട്ടും കുഴഞ്ഞു വീഴാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഇൻസൾട്ട്. മറ്റെല്ലാ ക്ഷീണിതാവസ്ഥയും ഒരു ഗ്രാജുവൽ ആയിരിക്കും. സാധാരണ ഇപ്പം പറയും നമുക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ അസുഖം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് അസുഖത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ടയർഡ്നെസ് ആകാം. ചിലപ്പോൾ 2 ദിവസമായിട്ട് ഛർദിൽ വയറിളക്കം ഉണ്ട്, കാരണം ആഹാരം നേരെ കഴിക്കുന്നില്ല. ആ ക്ഷീണിതാവസ്ഥയൊക്കെ കൂടുതലും അപകട സാധ്യത കുറവാണ്. എന്നാലും നിങ്ങൾ രോഗിയെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മറ്റു രീതിയിൽ പെട്ടെന്ന് കുഴഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ സഡനായിട്ട് കുഴഞ്ഞു വീണാൽ ഈ രണ്ട് കാര്യവും മരണം വരെ പെട്ടെന്ന് സംഭവിക്കാവുന്നതാണ്. അതിന് നമ്മൾ 1 മിനിറ്റ് പോലും സമയം കളയാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. അടിയന്തര ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. സാധാരണയായിട്ട് വാഹനാപകടം ഉണ്ടായി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ഓടിക്കൂടുന്നവർ വെള്ളം കൊടുക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വെള്ളം കൊടുക്കുന്നത് ആ ഒരു തരത്തിൽ അപകടത്തെ അഭിമുഖീകരിക്കുന്ന ഒരാൾക്ക് എത്രമാത്രം സഹായകമാവും? ഈ രീതി പണ്ട് നാൾ തൊട്ട്, ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ കാണുന്നതും പലരും പറഞ്ഞു കേട്ടുള്ള അറിവാണ്, നാട്ടിൽ നടക്കുന്ന സമ്പ്രദായമാണ്. അത് ആക്ച്വലി ഏറ്റവും വലിയ റോങ് കോൺസെപ്റ്റാണ് ഈ വെള്ളം കൊടുക്കുക. കാരണം നമുക്കൊരു വേദന അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു സ്ട്രെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ദാഹം ഉണ്ടാകും, അത് നാച്ചുറലാണ്. പക്ഷേ ഇപ്പോൾ അത് സാധാരണ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ വെള്ളം കുടിക്കുന്ന പോലെയല്ല ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ. പിന്നെ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ ചെറിയൊരു ആ ഒരു ഇമ്പാക്റ്റിൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാകാം. ആ സമയം നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഈ സ്ട്രെസ്സ് കൂടുന്ന സമയം നമ്മളെ ശരീരത്തിൻ്റെ റെസ്പോൺസിൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ലൊരു ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് നമ്മൾ വെള്ളം കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് ആ കിടക്കുന്ന അവസരത്തിൽ ചിലപ്പം അബോധാവസ്ഥയിലാകാം, ഛർദ്ദിക്കുന്ന സമയമാണെങ്കിൽ ഇത് കയറി നമ്മളെ ശ്വാസനാളത്തിൽ അടഞ്ഞിട്ട് മരണം വരെ സംഭവിക്കാം. ഇതുകൂടാതെ വേറൊരു റിസ്ക് ഫാക്ടർ, നമ്മൾ വയറ് നിറച്ച് വെള്ളമെല്ലാം കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു, ആൾക്ക് നല്ലൊരു ഒടിവുണ്ട്, പൊട്ടലുണ്ട്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു സർജറിക്ക് എടുക്കണം ഓപ്പറേഷന് വേണ്ടി. അപ്പോൾ ഓപ്പറേഷൻ എടുക്കണമെങ്കിൽ സാധാരണ എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ ഇപ്പം അടുത്ത ദിവസം രാവിലെയാണ് സർജറി എങ്കിൽ നമ്മൾ പറയും തലേ ദിവസം രാത്രി തൊട്ടേ ഒരാഹാരവും വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കാരണം നമ്മൾ മയക്കാനുള്ള മരുന്ന് കൊടുക്കുന്ന സമയത്തും ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം കൊടുക്കുന്ന സമ്പ്രദായം ഒരു കാരണവശാലും പാടില്ല. അഥവാ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ മുഖമെല്ലാം ഒന്ന് വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുക, അവർക്ക് റിലീഫായിരിക്കും. പിന്നെ വേണമെങ്കിൽ ചുണ്ടൊക്കെ ഒന്ന് ഒരു തുണി വെച്ച് വെള്ളം നനച്ച് തുടയ്ക്കാം, കുടിക്കാൻ മാത്രം കൊടുക്കരുത്. ഡോക്ടർ, സാധാരണയായിട്ട് വാഹനാപകടങ്ങളെ തുടർന്ന് ചിലപ്പോൾ എല്ലിനൊക്കെ ഒടിവും ചതവും ഉണ്ടാകാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നൽകേണ്ട പ്രാഥമിക ചികിത്സ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒടിവ് ചതവ് ആദ്യം നമ്മളത് എങ്ങനെ മനസ്സിലാക്കുന്നത് ഒന്ന്, പ്രത്യേകിച്ച് നമുക്കൊരു ഒടിവോ ചതവോ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ ആ ഒരു അഫക്റ്റ് ചെയ്ത പാർട്ട് എവിടെയാണ് ഒടിവോ പൊട്ടലുണ്ടായിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു കാലിനൊരു ചെറിയൊരു പൊട്ടലുണ്ടായി ആ എണീറ്റ് ചുമ്മാ കൂളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അത് സാരമായ ഒരു പ്രശ്നമല്ല, പൊട്ടിയിട്ടുണ്ടാകാൻ വഴിയില്ല. എന്നാലും ചിലപ്പോൾ ചില ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സ്, ചെറിയ രീതിയിലുള്ള പൊട്ടലിലൊക്കെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ അതേസമയം പൊട്ടലുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു സൈറ്റിൽ നല്ലൊരു നീര് പെട്ടെന്ന് ഉണ്ടാകുക, തൊട്ടാൽ തന്നെ താങ്ങാൻ പറ്റാത്ത വേദന, സാധാരണ ഒരു ചതവിൽ കൂടുതലുള്ള വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പൊട്ടലുണ്ടെന്ന് സംശയിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അവരെ നടത്തുകയോ അതല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ കൊണ്ടുവരരുത്. പലപ്പോഴും ഈ കയ്യോ കാലോ ഒടിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്തു വരാറുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മളെ എല്ലുകൾ വീണ്ടും മൂവ് ചെയ്ത് കൂടുതൽ ഞരമ്പുകൾക്കും രക്തക്കുഴലിനും ഡാമേജ് വരാം.
അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളൊരു ചെറിയൊരു തടിക്കഷ്ണമോ അല്ലെങ്കിൽ ഒന്നുമില്ലേ ചിലപ്പോൾ വലിയ സ്കെയിൽ നിയർ ബൈ കിട്ടാം. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ തന്നെ മതിയാവും. ന്യൂസ് പേപ്പറിനെ മൾട്ടിപ്പിൾ ഫോൾഡ്സ് മടക്കി കുറേ മടക്കുകളായി കഴിഞ്ഞാൽ അത് വടി പോലെയായി. അത് വെച്ച് കെട്ടിക്കൊണ്ടുവരാം. അതും കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ വ്യക്തിയുടെ ഏതാണ് കംഫർട്ടബിൾ പൊസിഷൻ. നമുക്കല്ലാതെ അറിയാൻ പറ്റില്ല. പലപ്പോഴും ഈ പബ്ലിക്കിൽ വരുമ്പോഴേ ആരെങ്കിലും വലിക്കുക, പിടിച്ച് ലെവലാക്കി കെട്ടുക, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ഏതാണ് ആ വ്യക്തിയുടെ അപകടത്തിലുള്ള കംഫർട്ട് സോൺ ആ രീതിയിൽ വെച്ച് കെട്ടി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടർ, നമുക്കൊരു കോളർ കോഡ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ. സലീമാണ്, ഷാർജ. ഓക്കെ. ബിൽഡിങ്ങിന്റെ ഒക്കെ മെയിന്റനൻസിന്റെ പണി ചെയ്യുമ്പോ ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി, ഡ്രൈനേജ് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് ആസിഡ് ഒഴിക്കുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അത് ചിലപ്പോ റിട്ടേൺ ആയിട്ട് കൈമേല് മേല് മുഖത്തൊക്കെ തെറിക്കാറുണ്ട്. അതെ, ആസിഡ്. പറഞ്ഞോളൂ. അപ്പൊ എന്താണ് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാ ചോദിക്കുന്നത്. ആസിഡ് ദേഹത്ത് വീഴുമ്പോ എന്ത് ചെയ്യണമെന്നാണോ ചോദിക്കുന്നത്? അതോ ആസിഡ് കഴിഞ്ഞ് പൊള്ളിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കാം. അതെ, ഇപ്പൊ ആസിഡ് വീണ് കഴിഞ്ഞാൽ നമുക്കത് ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയും വേഗം അത് വാഷ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലൊരു വഴി. കാരണം നമ്മളെ ശരീരത്തിൽ ഒരു ആസിഡോ എന്തെങ്കിലും സൊല്യൂഷൻ വീണാൽ അത് കഴിയുന്നത് വേഗം നമ്മളെ സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റുക. അത് തുണി വെച്ച് തുടച്ച് സ്പ്രെഡ് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് ഫ്ലഷ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല ഫോഴ്സായിട്ട് എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ മൂട്ടിൽ കൊണ്ട് കൈ കാണിക്കുന്നത് നല്ലതാണ്. കാരണം ഫ്ലഷ് ചെയ്ത് പോകും. പൈപ്പ് തുറന്ന് നല്ല ഫോഴ്സായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫർദർ ഇഞ്ചുറീസ്, കാരണം കൂടുതൽ ഡീപ്പായിട്ട് ഇഞ്ചുറീസ് ഉണ്ടാകുന്ന ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതേസമയം ചിലപ്പോൾ ഫ്യൂംസ് വരാം. ഈ ചില സമയത്ത് ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഈ മാസ്ക് ഒന്നും ഇടാതെ തന്നെ ഈ ആസിഡ് എടുത്ത് ഒഴിക്കുന്ന അപ്പോഴേക്കും ഈ പുകയുണ്ടായിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് ശ്വാസകോശത്തിലോട്ട് പോയി അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ കെമിക്കൽ ന്യൂമോണിയ, ഈവൻ ലങ്സിനൊക്കെ ഓൾറെഡി ആസ്മറ്റിക് ആൾക്കാരാണെങ്കിൽ അത് മതിയാവും കൂടുതൽ തകരാറുകൾ ഉണ്ടാകാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന്, നമ്മളെ കൈകളിൽ സ്കിന്നിൽ കോണ്ടാക്റ്റ് വരാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാകണം. പിന്നെ അതുപോലെ ഫ്യൂംസ് ഉണ്ടായാലും നമ്മൾ മൂക്കിലോട്ട് അടിച്ചു കയറാതിരിക്കാൻ കവേർഡായിരിക്കണം. അതല്ലാതെ ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യാൻ പാടില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. വാഹനാപകടത്തെ തുടർന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവമാണ്. അത് നിയന്ത്രിക്കാനായിട്ട് പ്രാഥമികമായി എന്ത് നൽകാൻ കഴിയും? ഇപ്പോൾ രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയിം ഈസ് ടു പ്രിവെൻറ്റ് മാക്സിമം ലോസ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ രക്തം വാർന്ന് ആൾക്ക് ശരീരത്തിൽ നിന്ന് പോകാൻ അനുവദിക്കരുത്. അപ്പോൾ അതിൽ നമ്മളെ ശരീരത്തിൽ ഒരു 5 ലിറ്റർ, ചിലപ്പോൾ 5-6 ലിറ്റർ, 5 ലിറ്റർ രക്തം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പകുതിയോളം, കൂടുതലും ഒന്ന് എക്സ്റ്റേണൽ വൂണ്ട് നമ്മൾ പുറമേ കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ ആന്തരിക അവയവത്തിലും ചിലപ്പോൾ രക്തസ്രാവം വരാം. ഇപ്പോൾ പുറമേയുള്ള മുറിവ് മാത്രം നമുക്ക് സൈറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ചെയ്യേണ്ട രീതി, സാധാരണ ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്ന ഒരു തുണി വെച്ച് നല്ല ടൈറ്റായിട്ട് മുറുക്കെ കെട്ടുക. അപ്പോൾ അത്രയും ഒരു ടൈറ്റ് ബാൻഡിങ് കാരണം ചിലപ്പോൾ തുടർന്നുള്ള അങ്ങോട്ടുള്ള അതിന് താഴ്ഭാഗത്തേക്കുള്ള രക്തോട്ടം നിലച്ചേക്കാം. അങ്ങനെ കെട്ടുന്നതിന് പകരം ഒരു തുണി തന്നെ പാഡ് പോലെ മൾട്ടിപ്പിൾ ഫോൾഡ് മടക്കിയിട്ട് അത് വെച്ചതിന് ശേഷം പിന്നെ കെട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ചെറുവിരലെങ്കിലും അപ്പുറത്തെ വശത്തൂടെ പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് താഴേട്ടുള്ള രക്തം കട്ടായി പോകത്തില്ല. പിന്നെ അതേപോലെ അതും പറ്റില്ല, ഒരു പാഡേ ഉള്ളുവെങ്കിൽ, ഒരു ക്ലോത്തേ ഉള്ളുവെങ്കിൽ നിങ്ങളത് പ്രസ് ചെയ്ത് വെച്ച് ആ കൈയോ കാലിനോ ആണെങ്കിൽ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവരിക. അപ്പോൾ കൂടുതൽ രക്തം വാർന്നു പോകത്തില്ല. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബ്ലീഡിങ് വൂണ്ട് ഒരു കാരണവശാലും വാഷ് ചെയ്യാൻ പാടില്ല. അതും സാധാരണ ചെയ്യുന്നത്, ഇപ്പോൾ കട്ട് കൊണ്ട് ഷാർപ്പായിട്ടുള്ള മുറിവുണ്ട് എന്താക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പണ്ടേ പഠിച്ചതാണ്, നമ്മൾ സോപ്പും വെള്ളവും കൊണ്ട് കഴുകുക, നല്ലത് തന്നെയാണ്. പക്ഷേ അതേസമയം നല്ല ഷാർപ്പ് കട്ടായിട്ടുള്ള മുറിവ് ബ്ലീഡ് ചെയ്യുന്നത് വെള്ളത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ വീണ്ടും രക്തം വാർന്നു. അതല്ല ഒരഞ്ഞ മുറിവുകളാണെങ്കിൽ നിങ്ങൾ സോപ്പും വെള്ളം കൊണ്ട് കഴുകുന്നതിൽ തെറ്റില്ല. അതല്ലാതെ ബ്ലീഡ് ചെയ്യുന്ന വൂണ്ട് ഒരു കാരണവശാലും കഴുകരുത്. കംപ്രസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഡോക്ടർ, നമുക്കൊരു കോളർ കോഡ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഇപ്പോൾ നെഞ്ചുവേദന നമ്മൾ പലപ്പോഴും ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. നെഞ്ചുവേദന വന്നാൽ ആരും സമ്മതിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണ്. കാരണം ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഒരു വലിയൊരു സംഭവം എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ്, ഗ്യാസ് ആയിരിക്കും, നമുക്ക് കുറച്ചുകൂടെ നോക്കാം ഹോസ്പിറ്റലിൽ പോകുന്നത്, ഗ്യാസ് മാറിയില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഒരു ധാരണ പൊതുവേ ഉള്ളത്. അത് എത്രയും വേഗം മാറ്റിയെടുക്കണം. കാരണം നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് കില്ലർ ചെസ്റ്റ് പെയിൻ എന്നൊരു കണ്ടീഷനുണ്ട്. നമുക്ക് ശരീരത്തിൽ എത്രയും വേഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ആൾക്ക് മരണം വരെ സംഭവിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധാരണ കാണുന്നത് കോമൺ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്.
അപ്പോൾ അതിൽ വേർതിരിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു നെഞ്ചുവേദന പെട്ടെന്ന് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ കൂടെ ചിലപ്പോൾ അസോസിയേറ്റഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നെഞ്ച് വേദനയിൽ നിന്ന് റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാകുന്ന മധ്യഭാഗത്തൊരു പെയിൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ നമ്മളെ കൈകളിലോട്ട് ഒരു തരിച്ചിറങ്ങുന്ന പോലത്തെ വേദന വരാം. പിന്നെ ചില സമയത്ത് നെഞ്ചിടിപ്പ് ഫീൽ ചെയ്യാം. പിന്നെ വ്യക്തി ഛർദ്ദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മളെ മുതുകിലോട്ട് ഈ വേദന വരാറുണ്ട്. ഈവൻ നമുക്ക് താടി എല്ലിൻ്റെ വേദന പോലും ചിലർക്ക് തോന്നാറുണ്ട്. പല്ലുവേദനയായിട്ട് വന്നിട്ട് കൂടെ നെഞ്ചിലും പല്ലുവേദനയായിട്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നെഞ്ചുവേദന പിന്നെ ഉണ്ടാകുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ ആഹാരം കഴിച്ചുണ്ടാകുന്ന കൂടുതലും ഈ ഇതുപോലത്തെ അസോസിയേറ്റഡ് സിംറ്റംസ് വരണമെന്നില്ല. പക്ഷേ ഛർദിലും വേർപ്പും ചിലപ്പം ഗ്യാസ്ട്രൈറ്റിസിനും ഉണ്ടാകാം. പക്ഷേ എന്തുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരേ വേദനയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് കാര്യം കൂടെ ഉള്ളതുകൊണ്ട് പ്രായഭേദമന്യേ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ECG, ഒരു ഫോളോ അപ്പ്, ഒരു ഡോക്ടറിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നവരെ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റുന്നതല്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. അടിയന്തര ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കോഡ് ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഭോപ്പാലിൽ നിന്ന് മായാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സാർ. ഹലോ. നമുക്ക് ഇപ്പൊ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും വീട്ടില്? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, ഇപ്പോൾ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് മനസ്സിലാക്കാനുള്ള രീതികൾ പലവിധമുണ്ട്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ടൈം നമ്മൾ പൊതുവേ കാണുന്ന ഇപ്പോൾ രാത്രി ഒരു വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും എനിക്ക് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാസിന് മരുന്ന് കഴിച്ച് നോക്കും, കുറച്ച് കഴിഞ്ഞ് പോകാം, എന്നിട്ട് വെളുപ്പേ വരെ കാത്തിരുന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ വരാറുണ്ട് വണ്ടിയുടെ ബുദ്ധിമുട്ട്. നമ്മുടെ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ടിൽ ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ പേശികളിൽ രക്തം ലഭിക്കുക എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾ എവിടെയെങ്കിലും അടഞ്ഞു കഴിഞ്ഞാൽ രക്തം കിട്ടാതെ വരുന്ന അവസരത്തിലുണ്ടാകുന്ന വേദനയാണ് നമ്മളെ ചെസ്റ്റ് പെയിനായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അവയവത്തിൽ എവിടെയെങ്കിലും രക്തം കിട്ടുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയപേശിയുടെ രക്തം ഇല്ലെങ്കിൽ എത്രയും വേഗം രക്തം എത്തിക്കുകയാണെന്ന് നമ്മളെ ട്രീറ്റ്മെൻറ്റ്. അത് നമ്മൾ സാധാരണ ഒരു ടിഷ്യൂ ഒരു നമ്മളെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ നമ്മളൊരു കുറഞ്ഞതൊരു 6 മണിക്കൂറിനകത്തെങ്കിലും എത്രയും വേഗം രക്തം എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ ഡാമേജസ് കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെടിക്ക് തന്നെ ഇന്ന് നമ്മൾ വെള്ളം ഒഴിക്കാൻ രാവിലെ മറന്നുപോയി, വൈകുന്നേരം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ചിലപ്പം ഉണങ്ങി നിൽക്കാം. എന്നാൽ ഒരു ദിവസം കൂടെ തെറ്റിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ സമയം എത്ര നേരത്തെ എത്തിക്കാം അത്രയും നേരത്തെ. അപ്പോഴും നമ്മൾ കൊടുക്കുന്ന ചികിത്സയെന്ന് പറഞ്ഞാലും ഈ രക്തക്കുഴൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ ചികിത്സിക്കാറുണ്ട്. ഒന്ന് ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തക്കുഴലിൽ അടഞ്ഞിരിക്കുന്ന ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രക്തപേശിക്ക് രക്തം കിട്ടുന്നു, അങ്ങനെ ജീവൻ നിലനിർത്താം. ആ പേശികളിലുള്ള തകരാറുകൾ കുറയ്ക്കാൻ പറ്റും. എന്നാൽ അതേസമയം വേറെ അടുത്ത് ചെയ്യുന്നതാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തക്കുഴലിൽ അടഞ്ഞിരിക്കുന്നതിനെ നമ്മൾ സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്ലംബിംഗ് വർക്ക് പോലെയാണ്. നമ്മളെ പൈപ്പിനകത്ത് അടഞ്ഞു കഴിഞ്ഞാൽ ആ അടവ് മാറ്റാനായിട്ട് അവിടെ നമ്മൾ സ്റ്റെൻഡ് ഇടും. അപ്പോൾ നാച്ചുറലി ആ അടവിൻ്റെ അപ്പുറത്ത് ഭാഗത്ത് രക്തം കിട്ടുന്നു, അങ്ങനെ പേശികൾ പ്രവർത്തിക്കുന്നു. അതിലേറ്റവും നല്ല ചികിത്സ എന്ന് പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്. അതാണ് ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അത് നടന്നില്ലെങ്കിൽ അത് പറ്റാത്തൊരവസരം, പിന്നെ അതിൻ്റെ കോസ്റ്റ് ഫാക്ടർ കൊണ്ട് പലപ്പോഴും ചിലർ അത് മടിക്കുന്നതുകൊണ്ടും പിന്നെ സമയദൈർഘ്യത്തിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം മറ്റ് ത്രോംബോലൈസ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ മേജർ സെൻറ്റേഴ്സിലും മാത്രമേ ഈ കാത്ത് ഫെസിലിറ്റീസ് ഉള്ളൂ ആൻജിയോപ്ലാസ്റ്റി. ഇപ്പോൾ ചെറിയ ചെറിയ ഹോസ്പിറ്റൽസിലാണെങ്കിൽ മിക്കവാറും അവർക്ക് രക്തം അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാനുള്ള സൗകര്യമേ ഉണ്ടാവുള്ളൂ. എന്നാൽ അതേസമയം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു മേജർ ടെർഷറി കെയർ സെൻറ്ററിൽ 120 മിനിറ്റിനകത്ത് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ്. അപ്പോൾ അതിന് പ്രിഫറൻസ് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. വേറൊരു സംശയം ഗ്യാസ് അല്ലേ മാറട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ പേശികൾ പൂർണ്ണമായി തകരാറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത്, നമ്മൾ 3 അറ്റാക്ക് വന്നാൽ 3ാമത്തെ അറ്റാക്കിൽ മരിച്ചു പോകും. അങ്ങനെ ഒരു എണ്ണം കണക്കൊന്നുമില്ല. കാരണം ഓരോ തവണ മസിൽ പേശികൾ തകരാറായാൽ അതിൻ്റെ അളവനുസരിച്ചിരിക്കുന്നു അടുത്ത് പിന്നീടുണ്ടാകുന്ന അപകട സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. വെള്ളം കൊടുക്കാൻ ഇവിടെയും നിൽക്കരുത്. കാരണം വെള്ളം കൊടുത്താൽ ആ വ്യക്തിക്ക് സ്ട്രെസ് ഫാക്ടർ കൂടാം, ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം കൊണ്ടുപോകുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇരുത്തി കൊണ്ടുവരാൻ നോക്കുക ഹോസ്പിറ്റലിലേക്ക്. കാരണം കിടക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയത്തിലോട്ട് പോകുന്ന രക്തത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഹാർട്ട് ഓൾറെഡി ഫെയിലുറാണ്,
ഹൃദയം പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ലോഡ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ഇരുത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹൃദയത്തിനുണ്ടാകുന്ന ലോഡ് കുറയുകയും എഗെയിൻ അപകടം ഉണ്ടാകുന്ന ചാൻസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക, ഇരുത്തി എത്തിക്കുക. പെട്ടെന്നുണ്ടാകുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് പക്ഷാഘാതം. അത് ഉണ്ടാകുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രാഥമിക ചികിത്സകൾ നൽകേണ്ടത്? ഇപ്പോൾ സ്ട്രോക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹൃദയത്തിനുണ്ടാകുന്ന അറ്റാക്ക് തന്നെയാണ് പറയുന്നത്, നമ്മൾ ബ്രെയിൻ അറ്റാക്ക്, അത് തന്നെയാണ് നമ്മൾ സ്ട്രോക്ക്. അപ്പോൾ രണ്ടും പ്രിൻസിപ്പിൾ സെയിം ആണ്. ഹൃദയപേശികൾക്ക് രക്തോട്ടം കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബ്രെയിനിൽ രക്തം കിട്ടുന്നില്ല. ഇപ്പോൾ ബ്രെയിനിൽ രക്തം കിട്ടാത്ത രണ്ട് കാരണം, ഒന്ന് രക്തക്കുഴലുകൾ പൊട്ടി ലീക്ക് ചെയ്ത് പോയി. ഇപ്പോൾ നമ്മൾ പൈപ്പ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് പൈപ്പിലോട്ട് വെള്ളം പോകുന്നില്ല, അതുപോലെ നമ്മൾ ലീക്ക് ചെയ്യുന്നതാണ് ബ്ലീഡിങ്. പിന്നെ ആ ബ്ലീഡിങ് കാരണം ഉണ്ടാകുന്ന പ്രഷർ എഫക്റ്റ് കാരണവും ബ്രെയിനുകൾക്ക് കംപ്രഷൻ വന്നിട്ട് ഡാമേജ് ഉണ്ടായി മരണം സംഭവിക്കാം. അതല്ല എന്നുണ്ടാകുന്ന കോമൺ ആയിട്ട് വരുന്ന വേറെ രക്തക്കുഴലുകൾ അടയുക. നമ്മൾ ഹൃദയത്തിലെ രക്തം അടയുന്നത് പോലെ തന്നെ ബ്രെയിനിൽ തലച്ചോറിൽ പോകുന്ന രക്തക്കുഴൽ അടയുക. അതേത് ഭാഗത്താണ് രക്തം കിട്ടാതിരിക്കുന്നു അതനുസരിച്ചാണ് ആൾക്കാർക്കുണ്ടാകുന്ന തകരാറ്. ചിലപ്പോൾ ഒരു വശം തളർന്നു പോകാം, ചിലർക്ക് കൈയിൻ്റെ മാത്രം ചലനശേഷി, ചിലർക്ക് സംസാരശേഷി പോകാം, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ വീഴാം. അത് ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ രണ്ട് കാരണം, ഒന്ന് രക്തോട്ടം അടയുക, രക്തം പോകാനുള്ള വഴി ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലീഡിങ്. അതിൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർജിക്കൽ ഇൻ്റർവെൻഷൻ മാത്രമേ ഉള്ളൂ. മെഡിക്കൽ മാനേജ്മെൻറ്റ്, സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അകത്ത് രക്തോട്ടം ബ്ലീഡ് ചെയ്യുന്ന ഉടനെ നമ്മൾ സർജിക്കൽ അല്ലാതെ, സർജിക്കലും ചില ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമേ സർജിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലത് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ അതേസമയം രക്തം കട്ട പിടിക്കുന്നതിന് ചികിത്സ വീണ്ടും ഉണ്ട്. അതിന് നമ്മൾ ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ 4.5 മണിക്കൂർ, 3 തൊട്ട് 4.5 മണിക്കൂറിനകത്താണ് നമ്മൾ ഏറ്റവും നല്ല വിൻഡോ പീരീഡ്. ഇപ്പോൾ 4.5 മണിക്കൂറിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ത്രോംബോലൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തക്കുഴലിൽ അടഞ്ഞിരിക്കുന്നതിനെ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുത്ത്, കുറച്ച് എക്സ്പെൻസീവാണ്, 1 ലക്ഷം അടുപ്പിച്ചെടുക്കും ആ മരുന്നിൻ്റെ ചിലവ്. പക്ഷേ അതൊരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് ത്രോംബോലൈസ് ചെയ്തിട്ട് അലിയിച്ച് കളഞ്ഞ് അങ്ങോട്ട് പോകുന്ന രക്തം ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ബ്രെയിൻ ഡാമേജസ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സമയദൈർഘ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഓൾറെഡി അവിടെ തകരാറ് ആയിക്കഴിഞ്ഞു. പിന്നെ നമുക്ക് സപ്പോർട്ടീവ് കെയറേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ സ്ട്രോക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണം, ഒരാൾക്ക് എന്തെങ്കിലും മയക്കം പെട്ടെന്നുണ്ടാകുന്ന ഒരാൾ മയങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ വിളിച്ചിട്ട് എണീക്കുന്നില്ല, പിന്നെ അല്ലെങ്കിൽ കൈകൾ തളരുക, അല്ലെങ്കിൽ കൈക്ക് ഒരു മരവിപ്പ് ഫീൽ ചെയ്യുക. ചിലപ്പോൾ ഏർലി ഫേസിൽ അവർ പറയും അവരുടെ കൈകൾക്കൊക്കെ ഒരു മരവിപ്പ് മാത്രം ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പം കംപ്ലീറ്റ് പാരലൈസ് ആയി പോവുക. അപ്പോൾ ചെറിയ ഒരു മരവിപ്പിൻ്റെയോ ഞരമ്പുകൾക്ക് എന്തെങ്കിലും തളർച്ചയുടെയോ ലക്ഷണം കണ്ടാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ എത്രയും വേഗം നമുക്ക് സ്കാനും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ബ്ലോക്കാണോ അല്ല രക്തസ്രാവമാണോ മനസ്സിലാക്കി ചികിത്സ എത്രയും നേരത്തെ കൊടുക്കാൻ പറ്റും. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടിയന്തര ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം മേധാവിയും കൺസൾട്ടൻറ്റുമായ ഡോക്ടർ ഷിജു സ്റ്റാൻലിയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.